ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. കുറേ നാളിന് ശേഷമാണ് നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. കാരണം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ ചേട്ടനുണ്ടായിരുന്ന കാരണം ഒന്നും ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ പൂച്ചകളുടെ ഷോർട്സൊക്കെയാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നാണേലും ഞാൻ കുറച്ച് തൈകളൊക്കെ വാങ്ങിച്ചു. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലൈസ്ഡൊക്കെ ആയത് കാരണം നമ്മുടെ കൃഷി ചെയ്യുന്ന അയ്യമെല്ലാം അങ്ങ് പോച്ച കയറി. കുറേശ്ശെയൊക്കെ ഞാനങ്ങനെ കിളച്ചൊക്കെ വരുമായിരുന്നു. ഇപ്പം മൊത്തം പോച്ച കയറി നമ്മുടെ കൃഷി മൊത്തത്തിലങ്ങ് പോയെന്ന് വേണം പറയാനായിട്ടുള്ള കൃഷിയൊക്കെ ശരിക്കും നോക്കാൻ പറ്റിയില്ല. അപ്പം മഴയും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായിട്ട് പോച്ച കയറി. അതിന് ഒരാളെ നിർത്തിയിട്ടെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പം ഞാനെൻ്റെ കൃഷി സ്ഥലമൊക്കെ കണ്ടില്ലേ, മൊത്തം പോച്ച കയറി. കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതാണോന്ന് പോലും അറിയത്തില്ല, അതുപോലെ പോച്ചയാണ്. പിന്നെ കുറേശ്ശെയൊക്കെ ഞാനും ചേട്ടനും കൂടെ ഒക്കെ പതുക്കെ എല്ലാം പറിച്ചു. കുറേ വിളവൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. നമുക്ക് തോരനുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കിട്ടും. മത്തനുമൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. പിന്നെ എൻ്റെ വെള്ളമൊന്നും ഇല്ലാഞ്ഞിട്ടേ എൻ്റെ ഏത്തവാഴയെല്ലാം ഒടിഞ്ഞു വീണായിരുന്നു. ഇപ്പം മഴയാണ്, കുറച്ച് നാൾ മുമ്പ് നല്ല ചൂടല്ലായിരുന്നു. അങ്ങനെ ഏത്തവാഴയെല്ലാം അങ്ങനെ ഒടിഞ്ഞു വീണു. അത് ഭയങ്കര വിഷമമാണ്. ഞാൻ എല്ലാം കിളച്ചൊക്കെ ഉണ്ടാക്കി വെച്ചതായിരുന്നു. എന്ത് ചെയ്യാൻ, അതെല്ലാം ഒടിഞ്ഞു വീണു. ഉണങ്ങി, വെള്ളമില്ലാത്ത കാരണം അതെല്ലാം ഉണങ്ങി. പിന്നെ ഈ ഒരെണ്ണം 2-3 വാഴയുണ്ട്. അത് വലിയ ഹെൽത്തി ഒന്നുമല്ല. ഞാൻ ഇന്ന് നോക്കിയപ്പോൾ ഈ വാഴ കുലച്ചേക്കുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഈ ഒരെണ്ണം ഉണ്ട്, അത് ചിലപ്പോൾ ഒടിഞ്ഞു വീഴുമായിരിക്കും. കുറേ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പറിക്കണമെന്നൊക്കെ വിചാരിച്ചു, കടുമാങ്ങ ഇടാനൊക്കെ ആയിട്ട്. എല്ലാം കുറേയൊക്കെ വാവൽ തിന്നു, എല്ലാം പൊഴിഞ്ഞു വീണു. മാവിൻ്റെ വീട്ടിൽ ഒരുപാട് മാങ്ങ പൊഴിഞ്ഞ് കിടപ്പുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തൈകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. നമ്മുടെ കുക്കുംബറും ലോക്കിയും പിന്നെ പച്ചമുളക്, കുറച്ച് നമ്മൾ ഈ ഉണ്ടമുളക്, വെറൈറ്റി മുളകൊക്കെ ഒരുപാട് തൈ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊന്നും ശരിക്കും ഉണ്ടാവുന്നില്ല. അപ്പം നമ്മൾ പച്ചമുളക് മാത്രമായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് തൈ. ഇനിയും വഴുതനയുണ്ട്, നീളമുള്ള വഴുതന, അതൊക്കെ ഇനി നടണം. ഇനി ഞാൻ അയ്യത്ത് ഒരാളെ നിർത്തിയെല്ലാം ക്ലീൻ ചെയ്യിപ്പിച്ചിട്ട് പന്തലിട്ടുള്ള ഇതായിട്ട് ഞാൻ ചെയ്യുന്നില്ല. ഇനി മണ്ടവശത്ത് കുറച്ച് നമുക്ക് സ്ഥലമുണ്ട്, അവിടേക്ക് ഇനി കുറേയൊക്കെ കൃഷി അവിടോട്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് മൊത്തം പോച്ച കയറി. നമുക്ക് കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണെന്ന് പോലും പറയാൻ പറ്റത്തില്ല, അതുപോലെ അങ്ങ് പോച്ച കയറി. എല്ലാവരുടെയും വീടിൻ്റെ അയ്യത്തൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എല്ലാം പറിച്ചെടുക്കുന്നതായിരുന്നു. നമ്മളിപ്പോൾ ഒരാഴ്ച ഇല്ലാതായി കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ ഭയങ്കരമായിട്ടങ്ങ് പോച്ച കയറി വല്ലാതായിപ്പോയി കളഞ്ഞു. ഭയങ്കര വിഷമമാണ് നമുക്കിത് കാണുമ്പം. നല്ല വെണ്ടയ്ക്കയൊക്കെ ശരിക്കും ഉണ്ടായി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ചീരയൊക്കെ അങ്ങ് മൂത്ത് പോയി. കുളത്തിനകത്ത് വെള്ളമെല്ലാം അങ്ങ് വറ്റി. അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളാണ്. നമ്മുടെ വീട്ടിലങ്ങനെ മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയങ്കര ബുദ്ധിമുട്ടുകൾ വീട്ടിലും ഉണ്ടാവും. കുറേയൊക്കെ വഴുതനയൊക്കെ ഉണ്ട്, ഒന്നും പറിക്കാൻ പറ്റിയില്ല. പിന്നെ ഉണ്ടായ കുമ്പളങ്ങ ഈച്ച കുത്തി അതെല്ലാം കേടായിപ്പോയി. അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ടായി. വിഷമമുണ്ട്, എന്നാലും നമ്മൾ തോറ്റ് പിന്മാറില്ല. വീണ്ടും നമ്മൾ കൃഷി ചെയ്യും. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്യിപ്പിച്ചിട്ട് അടുത്ത കൃഷിയുമായിട്ട് വരുമ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിടാമേ. തെങ്ങിനകത്തുനിന്ന് തേങ്ങയൊക്കെ പൊഴിഞ്ഞ് വീഴുവാണ്. ഇനി നമുക്ക് അവരെല്ലാം വിളിച്ചിട്ട്
തേങ്ങയൊക്കെ ഇടണം. തേങ്ങയൊക്കെ ഉണങ്ങി നിൽപ്പുണ്ട്. ഓലയുണ്ട്, ഓലയെല്ലാം വീണ് കിടക്കുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരുന്ന അയ്യത്ത്. ഇനിയെല്ലാം ക്ലീൻ ചെയ്യണം. പിന്നെ കുറേ മൽബറി അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. കപ്പയൊക്കെ ഉണ്ട്, അതൊക്കെ കുഴപ്പമൊന്നുമില്ല.